സ്നേഹിതരെ, സദൃശവാക്യങ്ങൾ ജാതിയുടെയും മതത്തിൻ്റെയും തലമുറകളുടെയും അതിർവരമ്പുകൾ താണ്ടി അനേകർക്ക് പ്രചോദനമേകിയ ചെറു സൂക്തങ്ങളാണ്. സദൃശവാക്യത്തിൻ്റെ തുടർച്ചയായ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാം ഇന്ന് അല്പസമയം ഒരുമിച്ച് ചിന്തിക്കുവാനായി സദൃശവാക്യങ്ങൾ 14 അധ്യായം അതിൻ്റെ 32 വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ദുഷ്ടന് തൻ്റെ ദുഷ്ടതയാൽ വീഴ്ച വരുന്നു, നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. പ്രതിസന്ധി നിറഞ്ഞ അനേകം ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി വിശ്വാസത്തിനു വേണ്ടി ജീവത്യാഗം വരിച്ച അനേകരെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരുടെ ജീവിതത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് പ്രതിസന്ധിയുടെ മധ്യേയും മരണം മുന്നിൽ നിന്ന് പുഞ്ചിരി തൂകിയപ്പോഴും പ്രത്യാശയോടെ മരണത്തെയും മരണത്തിനപ്പുറമുള്ള നിത്യതയും സ്വീകരിച്ചവരാണവർ. ആ മനോഹര ചിത്രം ഒരു വശത്ത് നാം കാണുമ്പോൾ, മറുവശത്ത് ദുഷ്ടൻ നമ്മുടെ ചുറ്റും ദുഷ്ടതയുടെ വ്യത്യസ്ത തലങ്ങളിൽ ജീവിതവുമായി അമ്മാനമാടുമ്പോൾ ദുഷ്ടന് വീഴ്ച വിദൂരമല്ല എന്ന് സദൃശവാക്യക്കാരൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഴ്ച ഒരുപക്ഷെ അവൻ ദുഷ്ടതയാൽ അലങ്കരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് മാത്രമാകണമെന്നില്ല. ആ വീഴ്ച നിത്യമായ നാശത്തിലേക്കുള്ള വീഴ്ചയാണ്. ആ വീഴ്ച തലമുറകളുടെ സ്മരണമണ്ഡലത്തിൽ എന്നും ദുഷ്ടതയുടെ ചാർത്തുമായി ജീവിക്കേണ്ടി വരുന്ന ഒരു വീഴ്ചയാണ്. ദുഷ്ടന്റെയും നീതിമാന്റെയും സദൃശവാക്യത്തിൽ തുടരുമ്പോൾ ഇന്ന് ദുഷ്ടത വീഴ്ചയുടെ മുന്നോടിയാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ നമുക്ക് ആരംഭിക്കാം. വേദപുസ്തകത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായ അനവധി വീഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു ഉദാഹരണം നാം നോക്കുകയാണെങ്കിൽ കയീന്റെ ജീവിതം. ആദാമിന്റെയും ഹവ്വായുടെയും പ്രഥമപുത്രൻ, സഹോദരൻ ഹാബേൽ സന്തോഷകരമായ കുടുംബജീവിതം മാതാപിതാക്കളോട് ചേർന്ന് ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ദുഷ്ടന്റെ സ്വാധീനത്താൽ ഏദൻ തോട്ടം നഷ്ടമായ അമ്മയപ്പന്മാർക്ക് സംഭവിച്ചതിനേക്കാൾ വലിയ വീഴ്ചയാണ് കയീന്റെ ജീവിതത്തിലും സംഭവിക്കുന്നത്. സ്വന്തം സഹോദരനെ അസൂയമൂത്തവനായി കൊല ചെയ്യുന്ന കയീൻ, അന്വേഷിച്ചു വരുന്ന ദൈവത്തോട് ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനോ എന്ന് ചോദിക്കുന്ന കയീൻ, ഇന്നും നാം തിരിഞ്ഞു നോക്കുമ്പോൾ സ്വന്തം സഹോദരരെ കൊല്ലുവാൻ മടിയില്ലാത്ത തലമുറകളെ നമുക്ക് ചുറ്റും കാണുമ്പോൾ കയീന്റെ വീഴ്ച നാം മറന്നുപോകരുത് എന്ന ഓർമ്മപ്പെടുത്തൽ അവിടെ ഒളിച്ചിരിപ്പില്ലേ? ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു ശൗൽ രാജാവിന്. എന്നാൽ അഹംഭാവവും അനുസരണക്കേടും ദാവീദ് അഭിഷിക്തനായതിനെ കുറിച്ച് അറിഞ്ഞപ്പോഴുണ്ടായ അസൂയയും ദുഷ്ടതയുടെ നിറച്ചാർത്ത് നൽകിയപ്പോൾ ശൗലിനുണ്ടായ ദാരുണമായ അന്ത്യം
വേദപുസ്തകത്തിൽ നാം വായിക്കുന്നതാണ്. ഇസബേൽ, അഹാബ് രാജാവിൻ്റെ പത്നിയുടെ ക്രൂരത നമുക്ക് വേദപുസ്തകത്തിൻ്റെ താളുകളിൽ വായിക്കുവാനാകും. ഏലിയാവിനെയും പ്രവാചകന്മാരെയും അവർ ഉപദ്രവിച്ച രീതികൾ നമുക്കറിയാനായിട്ട് കഴിയും. ഇസബേലിൻ്റെ വീഴ്ച എത്ര വലിയതായിരുന്നുവെന്നും നമുക്കറിയാനായിട്ട് കഴിയും. എസ്തേറിന്റെ ജീവിതകഥ നാം വായിക്കുമ്പോൾ ദുഷ്ടതയുടെ മൂർത്തിമത് ഭാവമായി മാറുകയാണ് ഹാമാൻ. മൊർദെഖായിക്ക് വേണ്ടി കൊലമരം വരെ തീർത്തു ഹാമാൻ. പക്ഷേ ദുഷ്ടതയുടെ വീഴ്ചയുടെ ആഴങ്ങൾ ആ കൊലമരം ഹാമാനെ നോക്കി പുഞ്ചിരിച്ചു എന്നുള്ളതാണ്. മിസ്രയീമിലെ അടിമത്തത്തിൽ ക്രൂരതയോടെ നേരിട്ട ഫറവോനും യേശു കർത്താവിന് 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുത്ത യൂദാസ് ഇസ്കോരിയത്താവും വേദപുസ്തകത്തിൽ ദുഷ്ടതയുടെ പ്രതീകങ്ങളാവുകയാണ്. ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാലും നൂറ്റാണ്ടുകളും വർഷങ്ങളും കഴിഞ്ഞിട്ട് ഇന്നും മനുഷ്യഹൃദയങ്ങളിൽ ദുഷ്ടതയുടെ പ്രതീകങ്ങളായി ജീവിച്ചിരിക്കുന്നവരുടെ അന്ത്യം നാം ശ്രദ്ധിച്ചു നോക്കുക. നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികളെയും മനുഷ്യരെയും ഉപദ്രവിച്ച ഉപദ്രവങ്ങളുടെ ആഴങ്ങൾ. റോമാനഗരം കത്തി എഴുതുമ്പോഴും വീണ വായിച്ചുകൊണ്ടിരുന്നുവെന്ന് ആരോപിക്കപ്പെടുന്നവൻ സ്വയം ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന അന്ത്യനാളുകളുടെ പ്രത്യാശയില്ലായ്മ ചരിത്രത്തിൽ സുവ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. റോമാ ചക്രവർത്തി തന്നെയായിരുന്ന കലിഗുല എത്രമാത്രം ക്രൂരതയാണ് അഴിച്ചുവിട്ടത്. ഒടുവിൽ സ്വന്തം അംഗരക്ഷകരാൽ കൊല്ലപ്പെടുന്ന അനുഭവം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശ്രദ്ധേയമായ പേരാണ് റോബേസ്പിയർ, മാക്സിമിലിയൻ റോബേസ്പിയർ. എത്രയോ ആയിരങ്ങളെയാണ് അദ്ദേഹം കൊന്നൊടുക്കിയത്. ഒടുവിൽ സ്വയം ജീവിതം ഗില്ലറ്റിനിൽ അവസാനിക്കുമ്പോൾ ദുഷ്ടതയുടെ അന്ത്യത്തിന്റെ മറ്റൊരു പര്യായപദമായി അദ്ദേഹം മാറുകയാണ്. അഡോൾഫ് ഹിറ്റ്ലറുടെ ജീവിതവും വ്യത്യസ്തമല്ല. ഹിറ്റ്ലർ നേതൃത്വം നൽകിയ മരണത്തിന്റെ എത്രയോ ഭീതിതമായ രൂപങ്ങളും ഭാവങ്ങളും നമ്മുടെ ചുറ്റും. ഒടുവിൽ ഭീരുവായി മരണത്തിന് ആത്മഹത്യയിലൂടെ വശംവദനാകേണ്ടി വരുന്ന ഹിറ്റ്ലർ ദുഷ്ടന്റെ വീഴ്ച വലിയതാകുന്നുവെന്ന ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ മറുവശത്ത് നീതിമാൻ മരണത്തിലും പ്രത്യാശയുള്ളവനായിരിക്കും എന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ എത്രയോ മനോഹരമായ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശു കർത്താവ് ക്രൂരമായ കുരിശുമരണം നേരിടുമ്പോഴും പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയുമായാണ് കുരിശിലേക്ക് പ്രവേശിക്കുന്നത്. അരികിലെ കള്ളൻ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് പറയുമ്പോൾ എത്ര പ്രത്യാശയുടെ വാക്കുകളാണ് അവിടെ നാം കാണുന്നത്. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലിരിക്കും. മരണത്തിലുമുള്ള നീതിമാന്റെ പ്രത്യാശയുടെ ഏറ്റവും വലിയ മൂർത്തിമദ്ഭാവമാണ് പ്രാണനെ വിടുന്നതിന് മുമ്പ് യേശു കർത്താവ് പറയുന്ന വാക്കുകൾ. അപ്പാ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ, ഭരമേൽപ്പിക്കട്ടെ, തിരികെ ഏൽപ്പിക്കട്ടെ. അപ്പാ, ഞാൻ വന്നിടുന്നു, ഞാൻ വന്നിടുന്നു, നിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്നു എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ മറ്റൊരു രൂപമല്ലയോ അവിടെ നാം കാണുന്നത്. ജോൺ ഓഫ് ആർക്ക് തീച്ചൂളയുടെ മധ്യേയും പ്രത്യാശയോടെ മരണത്തെ നേരിട്ട ധീരവനിത. പോളികാർപ്പസ് യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു വരിക എന്ന് പറഞ്ഞിട്ടും ജീവിതം മുഴുവനും എന്നെ പരിപാലിച്ച് എൻ്റെ യേശു കർത്താവിനെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞു പുഞ്ചിരിയോടെ മരണത്തെ പുൽകിയ സ്മിർനായിലെ ആ വിശുദ്ധനെ നാം മറന്നുപോയിട്ടില്ലല്ലോ.
മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ തൻ്റെ ജീവിതത്തിന് ഒരുപാട് വെല്ലുവിളികൾ വന്നപ്പോൾ നിശബ്ദനായിരിക്കുവാൻ ഒരുപാട് പേർ ആഹ്വാനം ചെയ്തപ്പോഴും നാളെയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, നീതിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. ധൈര്യത്തോടെ അദ്ദേഹം വർണ്ണവിവേചനമില്ലാത്ത ഒരു നാളെയെക്കുറിച്ച്, കറുപ്പരും വെളുപ്പരും ഒരുമിച്ച് സൗഹൃദത്തോടെ വാഴുന്നൊരു നാളെയെക്കുറിച്ച് സ്വപ്നം കണ്ട, മരണത്തെ ഭയപ്പെടാതെ പുഞ്ചിരിച്ച എത്രയോ അനുഭവങ്ങൾ. ഓസ്കാർ റൊമാറിയോ സാൻ സാൽവഡോറിലെ ആർച്ച് ബിഷപ്പായിരുന്ന മനുഷ്യൻ നീതിക്ക് വേണ്ടി പോരാടിയ മനുഷ്യനാണ്, സത്യത്തിന് വേണ്ടി പോരാടിയ മനുഷ്യനാണ്. അദ്ദേഹം പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്നതിന് ജീവിതത്തെ തന്നെ ഒഴിഞ്ഞുവെച്ചപ്പോൾ ആ കണ്ണീരൊപ്പൽ അന്യായ ഘടനകൾക്കെതിരെയുള്ള പോരാട്ടമാകേണ്ടത് അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അന്യായത്തിനെതിരെയുള്ള ഉറച്ച ശബ്ദമായി റൊമേറിയ മാറിയപ്പോൾ ബലിയർപ്പണത്തിനു മധ്യേ അൾത്താരയിൽ അദ്ദേഹം കൊല്ലപ്പെടുമ്പോഴും പുഞ്ചിരിയോടെ മരണത്തെ പുൽകിയ അനുഭവങ്ങൾ നമുക്ക് പരിചയമല്ലയോ? ഡീട്രിഷ് ബോണോഫർ നാസി തടവറയിലെ ക്രൂരതകളുടെ മധ്യേയും വിശ്വാസത്തിൽ അചഞ്ചലനായി മരണത്തിലേക്ക് സധൈര്യം നടന്നുപോയ ആ വിശ്വാസവീരന്റെ പ്രത്യാശ നമുക്ക് മറക്കുവാൻ കഴിയുമോ? ആൻ ഫ്രാങ്ക് എന്ന കൊച്ചു പെൺകുട്ടി ആ പീഡനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനുള്ള ശ്രമത്തിൽ ഒളിവു ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യേ ഒളിവിലെ ഓർമ്മകൾ പങ്കുവെക്കുമ്പോഴും മരണം മുന്നിൽ കാണുമ്പോഴും അവളിലുണ്ടായിരുന്ന പ്രത്യാശയുടെ കിരണങ്ങൾ വിസ്മരിക്കാനാകുമോ? ബെറ്റ്സി ടെഡ്ബൂം വീണ്ടും നാസി തടവറകളിൽ ക്രൂരത നേരിട്ട കോറി ടെഡ്ബൂമിന്റെ സഹോദരി. ആ ക്രൂരതയുടെ മധ്യേ മരണം പുൽകുമ്പോഴും ആരോടും പരാതിയില്ലാതെ, ആരോടും പരിഭവമില്ലാതെ, അവരോടും ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയോടെ മരണത്തെ പുൽകിയവൾ. തടവറയിൽ മരണപ്പെട്ടില്ല എങ്കിലും മരണം മുഖാമുഖം കണ്ട 27 വർഷങ്ങളെക്കുറിച്ച് നെൽസൺ മണ്ടേല പറയുമ്പോഴും മരണത്തെ ഭയപ്പെടാതെ പ്രത്യാശയോടെ ജീവിച്ച ആ നീതിമാനെയും നമുക്ക് മറക്കുവാനായി കഴിയുകയില്ല. മരണത്തെ പ്രത്യാശയോടെ നേരിടുന്ന നീതിമാന്റെ ചിത്രത്തിൽ മറ്റൊരു മൂർത്തിമത് ഭാവമാണ് വേദപുസ്തകത്തിൽ നാം കാണുന്ന സ്തേഫാനോസിന്റെ അനുഭവം. ആളുകൾ അവനെ കല്ലെറിഞ്ഞു കൊല്ലുവാനൊരുങ്ങുകയാണ്. ശൗൽ ഉൾപ്പെടെയുള്ള അനവധി പേർ കണ്ടു നിൽക്കെ ആക്രോശിക്കുന്നൊരു സമൂഹം അവന് മരണത്തിലേക്ക് കല്ലെറിഞ്ഞ് വീഴ്ത്തുവാൻ ശ്രമിക്കുമ്പോഴും അവൻ കാണുന്നത് ആകാശം തുറന്നിരിക്കുന്നതാണ്. മനുഷ്യപുത്രൻ എഴുന്നേറ്റ് വരികയാണ് അവനെ പുൽകുവാനായി, അവനെ സ്വീകരിപ്പാനായി, അവനെ നിത്യതയിലേക്ക് ചേർത്തുകൊള്ളുവാനായി. സധൈര്യം തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പുഞ്ചിരിയോടെ പ്രത്യാശയോടെ മരണത്തിനപ്പുറമുള്ള നിത്യയാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സ്തേഫാനോസിന്റെ ചിത്രം ഈ സദൃശവാക്യത്തിന്റെ ജീവിക്കുന്ന സാക്ഷ്യമായി നാം വായിക്കുന്നൊരു ജീവിത ചരിത്രമാണ്. ദുഷ്ടന് തൻ്റെ ദുഷ്ടത തന്നെ വീഴ്ച വരുത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ വീഴ്ചയ്ക്ക് കാരണമാകുന്ന അവൻ്റെ ഉള്ളിൽ പാർക്കുന്ന ദുഷ്ടതകളുടെ ഒരു നേർചിത്രം വരയ്ക്കുവാൻ ശ്രമിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ ധ്യാനത്തിന് സഹായകമാകും. ദുഷ്ടതയുടെ മൂർത്തിമത് ഭാവങ്ങളിൽ ഒന്നാണ് അഹംഭാവം. അക്രമഭാവത്തിലേക്ക് വഴിവെക്കുന്ന അഹംഭാവം. തന്നെക്കുറിച്ച് മാത്രം, തൻ്റെ സുഖത്തെക്കുറിച്ച് മാത്രം, തൻ്റെ നേട്ടത്തെക്കുറിച്ച് മാത്രം ഒരാൾ ചിന്തിക്കുവാൻ തുടങ്ങിയാലോ അതിനപ്പുറം ഒരു ദുഷ്ടതയില്ല. ആ സുഖത്തിനു വേണ്ടി അയാൾ ആരെയും ത്യജിക്കും, ആരെയും ചതിക്കും, ആരെയും ഒഴിവാക്കും, ആരെയും ഉപദ്രവിക്കും, ആരെയും വേദനിപ്പിക്കും,
ആരെയും ഇല്ലായ്മ ചെയ്യും. അത് ദേശത്തിൻ്റെ അധിപതി മുതൽ സാധാരണ വീട്ടിലെ കുടുംബങ്ങൾക്കുള്ളിലെ സാധാരണക്കാരൻ വരെ അഹംഭാവത്തിൻ്റെ അടിമയായി മാറുമ്പോൾ ആ ദുഷ്ടത അവൻ്റെ വീഴ്ചയ്ക്ക് കാരണമായി തീരുന്നുവെന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ശാരീരികമായ വീഴ്ച മാത്രമല്ല, അതൊരു ധാർമ്മിക വീഴ്ചയാണ്, അതൊരു നൈതിക വീഴ്ചയാണ്, അതൊരു ആത്മീയ വീഴ്ചയാണ്, അതൊരു മനസ്സിൻ്റെ വീഴ്ചയാണ്, അതൊരു സാമൂഹികമായ വീഴ്ചയാണ്, അതൊരു നിത്യമായ വീഴ്ചയാണ് എന്ന് നാം മറന്നുപോകരുത്. വീഴ്ചയ്ക്ക് കാരണമായ മറ്റൊരു ദുഷ്ടതയുടെ ഭാവമാണ് അത്യാർത്തി, അത്യാഗ്രഹം. ഒന്നുകൊണ്ടും തൃപ്തിയില്ലാതായിത്തീരുന്ന മനുഷ്യൻ. എന്ത് കിട്ടിയാലാണ് ഈ മനുഷ്യൻ തൃപ്തനാവുക എന്ന് അറിയാതെ നാം ചോദിച്ചു പോകുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്ക് പറയുവാനായിട്ട് കഴിയും. അതിരുകൾക്കും അതിർവരമ്പുകൾക്കും അപ്പുറത്തേക്ക് ധാർഷ്ട്യത്തോടെ കടന്നു ചെല്ലുന്ന അവൻ അവരൻ്റെ വേദനയോ അവരൻ്റെ കണ്ണുനീരോ കാണുന്നില്ല എന്ന് മാത്രമല്ല, ഉപദേശങ്ങളെപ്പോലും തൃണവൽക്കരിക്കുന്നത് നമുക്കറിയുവാനായിട്ട് കഴിയും. ഒരു കാറ്റ് വീശിയാൽ, ഒരു തിരയാഞ്ഞൊന്നടിച്ചാൽ അവസാനിക്കുന്ന നശ്വരമായ ജീവിതവുമായി, അകത്തേക്കെടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വന്നില്ല എങ്കിൽ അവസാനിക്കുന്ന ജീവിതവുമായി മനുഷ്യൻ കാട്ടുന്ന അത്യാർത്തിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും ദുഷ്ടതയുടെയും ചിത്രം കാണുമ്പോൾ സദൃശവാക്യക്കാരൻ പറയുന്നത് മറക്കുവാൻ നമുക്കാവില്ല. ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയാൽ നശിച്ചു പോകും എന്ന്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദുഷ്ടതയുടെ പ്രത്യക്ഷഭാവം എന്ന് പറയുന്നത് അധികാരമോഹമാണ്. ആ അധികാരത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകും, ആരുടെയും കുതികാൽ വെട്ടും, എവിടെയും മറുകണ്ഠം ചാടും, എപ്പോൾ വേണമെങ്കിലും കാലുമാറും. എനിക്കധികാരം വേണം, അത്രമാത്രമാണ് അവൻ്റെ ആഗ്രഹം. ആരെയും ഇല്ലായ്മ ചെയ്യും, ആരെയും ചതിക്കും. അധികാരം നേടുവാനും അധികാരത്തിൽ കയറിപ്പറ്റിയിരിക്കുവാനും അധികാരം വിട്ടൊഴിയാൻ വിസമ്മതിച്ചും ദുഷ്ടതയുടെ എത്രയോ ഭാവങ്ങൾ ദൈനംപ്രതി നമുക്ക് ചുറ്റും നാം കാണുന്നു. ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയാൽ വീണുപോകുമെന്ന് സദൃശക്കാരൻ ഓർമ്മപ്പെടുത്തുകയാണ്. ചിലപ്പോൾ ദുഷ്ടതയുടെ ഭാവം അസൂയയാണ്. അവരൻ്റെ വളർച്ചയിൽ മനം നൊമ്പരപ്പെടുന്ന അനുഭവം. മറ്റു ചിലപ്പോഴാകട്ടെ അത് ഉഗ്രകോപത്തിൻ്റെയും ക്ഷിപ്രകോപത്തിൻ്റെയും ഭാവമെടുക്കുന്നു. അത് ബന്ധങ്ങളെ തകർക്കുന്നു, കുടുംബങ്ങളെ തകർക്കുന്നു, കൂട്ടായ്മകളെ തകർക്കുന്നു, ദേശങ്ങളെ തകർക്കുന്നു, തലമുറകളെ തകർക്കുന്നു. ചിലപ്പോൾ ദുഷ്ടതയുടെ രൂപം കപടതയുടെയും കാപഠ്യത്തിൻ്റെയുമാണ്. വരും തലമുറകൾക്ക് വേണ്ടി കരുതി വയ്ക്കുവാൻ നല്ലൊരു ലോകം പോലും അവശേഷിപ്പിക്കാതെ ഇന്ന് അത്യാർത്തിയോടെ കപടതയോടെ ജീവിക്കുന്ന മനുഷ്യൻ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന പ്രവചന ശബ്ദം കാതുകളിൽ മുഴങ്ങുമ്പോഴും അത് കേട്ടില്ല എന്ന് നടിക്കുന്നൊരു കാപഠ്യമുണ്ടല്ലോ. ആ ദുഷ്ടതയുടെ അവസാനം നാശമത്രേ. അനുകമ്പയില്ലാത്ത അത്തരത്തിലുള്ള ജീവിതത്തിൻ്റെ മറ്റൊരു പ്രതിഫലനമാണ് ദുഷ്ടതയുടെ പ്രതിരൂപമായ ആസക്തികൾ. അത് ലഹരി പദാർത്ഥങ്ങളോടുള്ള ആസക്തികളാകാം, സാമൂഹിക മാധ്യമങ്ങളോടുള്ള ആസക്തികളാകാം, അത് നീലസാഹിത്യത്തോടുള്ള ആസക്തിയാകാം, ചൂതുവിളയാട്ടത്തോടുള്ള ആസക്തിയാകാം, ഉപഭോഗ സംസ്കാരത്തോടുള്ള ആസക്തിയാകാം, തൊഴിലാസക്തിയാകാം. ആസക്തികളുടെ ഏതു ഭാവമായാലും ശരി, അതിന് ദുഷ്ടതയുടെ ഒരു ലാഞ്ചന ലഭിക്കുമ്പോൾ അത് നാശത്തിലേക്ക് വഴിതെളിക്കുന്ന അനുഭവമായി മാറുന്നു. ചിലർക്ക് ദുഷ്ടതയുടെ ഒരു ഭാവമാണ് മടി, ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിഞ്ഞോട്ടം, ധർമ്മബോധത്തിൽ നിന്നുള്ള മാറി നിൽപ്പ്. ചിലർക്കാകട്ടെ അത് അനുസരണക്കേടിൻ്റെ രൂപവും ഭാവവും എടുക്കുന്നു. ദുഷ്ടന് തൻ്റെ ദുഷ്ടതയാൽ നാശം ഭവിക്കുന്നുവെന്ന് പറയുന്ന സദൃശവാക്യക്കാരൻ നീതിമാന് മരണത്തിലും പ്രത്യാശയുണ്ട് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്
നീതിയുള്ളൊരു മനുഷ്യന്, വിശ്വാസമുള്ളൊരു മനുഷ്യന് മരണത്തിൽ പ്രത്യാശയുണ്ടാവുക? വളരെ വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണത്. അതിപ്രധാനമായി തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ അവകാശം നൽകിയ യേശു കർത്താവിലുള്ള വിശ്വാസം മരണത്തിനപ്പുറമുള്ള നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം അയാൾക്ക് നൽകുന്നു. മരണം ഒന്നിൻ്റെയും അവസാനം അല്ല എന്നും, ജീവിതത്തിൻ്റെ ഒരു തലത്തിൽ നിന്ന് മനുഷ്യൻ ഇതുവരെയും പൂർണ്ണമായി വർണ്ണിക്കുവാനാകാത്ത എന്നാൽ മനോഹരമായ മറ്റൊരു തലത്തിലേക്ക്, നിത്യതയുടെ തലത്തിലേക്കുള്ള പ്രവേശന കവാടം മാത്രമാണ് മരണമെന്ന് തിരിച്ചറിയുമ്പോഴാണ് മരണത്തിലും പ്രത്യാശയോടെ പ്രവേശിപ്പാൻ നീതിമാന് കഴിയുന്നത്. മരണത്തിലും അനുഭവിച്ചറിയുന്ന ദൈവ സാന്നിധ്യമുണ്ടല്ലോ. സ്തെഫാനോസിന്റെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടതുപോലെ കല്ലുകൾ ശരീരത്തിൽ വന്ന് പതിയുമ്പോഴും, പ്രാണൻ ശരീരത്തെ വിട്ട് ശരീരം പിടയുമ്പോഴും അവൻ്റെ അകക്കണ്ണുകളിൽ അവൻ ദൈവ ചൈതന്യം കാണുകയാണ്, ദൈവപുത്രനെ കാണുകയാണ്. തന്നെ നിത്യതയിലേക്ക് സ്വീകരിപ്പാനായി, മാറോട് ചേർക്കുവാനായി ആശ്ലേഷഹസ്തവുമായി വന്നണയുന്ന ദൈവപുത്രനെ കാണുമ്പോഴുള്ള ആ ദൈവ സാന്നിധ്യ ബോധമാണ് അനേകരെ പ്രത്യാശയുടെ മരണത്തെ നേരിടുവാൻ സഹായിച്ചത്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഉയിർപ്പിനെ കുറിച്ചുള്ള ഉറപ്പാണ്. കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തതുപോലെ മരണത്തിനപ്പുറമുള്ള ഉയിർപ്പിന്റെ അനുഭവത്തെക്കുറിച്ചുള്ള ഉറപ്പ് പ്രത്യാശയോടെ മരണത്തെ നേരിടുവാൻ അനേകരെ സഹായിക്കുന്നു. വേദനയുടെയും പ്രയാസത്തിൻ്റെയും അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ മരണം ഒരു വിമോചനമാണ്. വേദനയും പ്രയാസവും കഷ്ടതയും കണ്ണുനീരും നിറഞ്ഞൊരു ലോകത്തു നിന്ന് വേദനയില്ലാത്ത, പ്രയാസമില്ലാത്ത, കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത ഒരു പുതിയ ലോകത്തിലേക്ക് ഒരു വിമോചനത്തിൻ്റെ അനുഭവമാണ് മരണം. ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയോടെ മരണത്തെ നേരിടുവാനായിട്ട് കഴിയുന്നത് നീതിയുടെ അവരുടെ ജീവിതത്തിനൊടുവിൽ മുമ്പേ തങ്ങളെ വിട്ടുപോയ പ്രിയപ്പെട്ടവർ, നിത്യതയിലേക്ക് മുന്നമേ പോയവർ, അവർ കാത്തിരിക്കുകയാണ് അവിടെ സ്വീകരണമൊരുക്കി എന്ന ബോധ്യം. വീണ്ടും നാം കണ്ടിടും, അക്കരെ നാട്ടിൽ കണ്ടിടുമെന്ന് ഓരോരുത്തരെയും യാത്ര പറയുമ്പോൾ പ്രത്യാശയോടെ പാടിയ നാം അക്കരെ നാട്ടിൽ പ്രിയപ്പെട്ടവരെ വീണ്ടും കാണുന്ന അനുഭവം ഓർത്തിട്ട് പ്രത്യാശയോടെ മരണത്തെ നേരിടുന്ന അനുഭവമുണ്ട്. വിശ്വസ്തയോടെ ജീവിച്ചവർക്ക് ദൈവം നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള ബോധ്യം. പൗലോസിനോടൊപ്പം ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നുവെന്ന ബോധ്യത്തോടുകൂടി പിന്നിലുള്ളത് മറന്നും മുന്നിലേക്ക് ആഞ്ഞും ക്രിസ്തുവിനെ നോക്കിയുള്ള യാത്ര മുമ്പോട്ട് പോകുന്ന അനുഭവം. ദൈവത്തിൻ്റെ നീതിയിൽ ഉറച്ച് വിശ്വസിക്കുമ്പോൾ നീതിമാനായ ദൈവം തീർച്ചയായും തൻ്റെ ജീവിതത്തിൽ ചെയ്ത നീതിപ്രവർത്തികൾക്ക് പ്രതിഫലം തരും എന്ന ചിന്തയേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ കൃപയിലുള്ള ആശ്രയം. എൻ്റെ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാലും അവയെ ഹിമം പോലെ വെളുപ്പിപ്പാൻ പ്രാപ്തമായ കാൽവരിയിലെ മരണത്തിൻ്റെ അർത്ഥം നാം ഗ്രഹിക്കുമ്പോൾ, കഴുകി വൃത്തിയാക്കി നമ്മെ ദൈവസന്നിധിയിൽ വിശുദ്ധരുടെ കൂട്ടത്തിൽ നിൽക്കുവാൻ യോഗ്യതയുള്ളാക്കി തീർത്ത, വീഴാതെ വണ്ണം നമ്മെ കാത്തു സൂക്ഷിക്കുന്ന, വിശുദ്ധരോടൊത്ത് നിൽക്കുവാൻ പ്രാപ്തിയുള്ളവരാക്കുന്ന ദൈവക്ഷമയുടെ, ദൈവകൃപയുടെ ആഴങ്ങൾ നാം തിരിച്ചറിയുമ്പോഴാണ് നാം ജീവിച്ച ജീവിത രീതികളെക്കുറിച്ചുള്ള ഉറപ്പിനപ്പുറത്ത് ദൈവം ക്ഷമിക്കുന്ന ദൈവം, നിത്യതയിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്ന ദൈവം എന്ന ബോധ്യം നമുക്ക് ലഭിക്കുന്നത്. നീതിമാൻ മരണത്തെ പുഞ്ചിരിയോടുകൂടി പുൽകുവാനായിട്ട് മറ്റൊരു കാരണം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, അചഞ്ചലമായ സ്നേഹത്തിൻ്റെ
ആഴവും പരപ്പും മനസ്സിലാക്കുമ്പോഴാണ്. നാം അർഹിക്കുന്ന സ്നേഹത്തിനപ്പുറമായി കൃപയാൽ ദൈവം നമുക്ക് പകർന്നു തന്ന ആ സ്നേഹത്തിൻ്റെ ആഴത്തിൽ എന്നെ വിടുവിച്ച ദൈവം, എന്നെ വിമോചനം താൽ വീണ്ടെടുത്ത ദൈവം, പാപങ്ങളെ കഴുകിക്കളഞ്ഞ ദൈവം, മായ്ച്ചു കളഞ്ഞ ദൈവം, കുറ്റം വിധിയിൽ നിന്ന് രക്ഷിച്ച ദൈവം, നിത്യതയുടെ അവകാശമാക്കിയ ദൈവം, ദൈവമക്കളാകുവാൻ അവകാശം നൽകി, മക്കളെങ്കിൽ അവകാശികൾ എന്ന് പറഞ്ഞ് നിത്യരാജ്യത്തിൻ്റെ അവകാശികളായി നമ്മെ മാറ്റിവെച്ച ദൈവം. ആ ദൈവത്തിൽ നാം ആശ്രയം വയ്ക്കുമ്പോൾ, പുത്രനിൽ നാം ആശ്രയം വയ്ക്കുമ്പോൾ, നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുന്ന ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയിലും പ്രക്രിയയിലും നാം ആശ്രയം വയ്ക്കുമ്പോൾ തീർച്ചയായും പ്രത്യാശയോടുകൂടെ മരണത്തെ നേരിടുവാനായിട്ട് നമുക്ക് കഴിയും. മുൻകാണുന്ന സ്വർഗീയ വിരുന്ന്, ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കിയ ശേഷം നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ വീണ്ടും വരും എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം, കർത്താവ് ഒരുക്കിയ, മണവാളനൊരുക്കിയ ആ നിത്യഭവനത്തിലേക്ക് പ്രവേശിക്കുക മാത്രമാണ് മരണം എന്ന് തിരിച്ചറിയൽ. അത് നിത്യമായ ആനന്ദത്തിലേക്കുള്ള പ്രവേശമാണ്, നിത്യമായ വിശ്രമത്തിലേക്കുള്ള പ്രവേശമാണ് എന്ന് തിരിച്ചറിയുമ്പോഴുള്ള ആത്മനിർവൃതിയാണ് മരണത്തെ പുഞ്ചിരിയോടുകൂടി നേരിടുവാൻ അവരെ സഹായിക്കുന്നത്. ഇനിയും നമുക്കൊരുപാട് കാര്യങ്ങൾ ഈ സദൃശ്യവാക്യത്തിൻ്റെ അനുഭവത്തിൽ ചിന്തിക്കാനാകും. എന്നാൽ സദൃശ്യവാക്യം 14 അധ്യായത്തിന് 32 വാക്യം നമുക്ക് നൽകുന്നതായിട്ടുള്ള അതിശക്തമായ 2 മുന്നറിവുകളാണ്. ഒന്ന്, ദുഷ്ടൻ, അവന് തൻ്റെ ദുഷ്ടതയാൽ തന്നെ വീഴ്ച വരും. ആ വീഴ്ച എന്നുള്ളതിന് കാലതാമസം മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. ദുഷ്ടന് തൻ്റെ പ്രവൃത്തികൾക്കൊത്തവണ്ണം പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. നീതിമാൻ, അവൻ എത്രമാത്രം പ്രയാസത്തിലൂടെ കടന്നുപോയാലും, വേദനയിലൂടെ കടന്നുപോയാലും, മരണത്തിൻ്റെ താഴ്വരയിൽ കൂടെ കടന്നുപോയാലും, അതിൻ്റെ മധ്യേയും അവന് പ്രത്യാശയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ധ്യാനിച്ച സദൃശവാക്യത്തിൻ്റെ ആഴവും പൊരുളും ഇതിലും അവഗാഹമായി തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ ആത്മാവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി ഈ സദൃശവാക്യം ശ്രദ്ധ വെച്ച് നമുക്ക് കേൾക്കാം. സദൃശവാക്യങ്ങൾ 14:32. ദുഷ്ടന് തൻ്റെ ദുഷ്ടതയാൽ വീഴ്ച ഉണ്ടാകുന്നു, നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. ആമേൻ.